ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡിലോഫോസോറസ് എന്ന് പറഞ്ഞൊരു ഡൈനോസർ വെച്ചിട്ട് കളിച്ചത്. പിന്നെ അതെന്നെ വെച്ച് കളിക്കാമെന്ന് ഒരു പ്രാവശ്യം വിചാരിച്ചതാണ്. പക്ഷെ നിങ്ങൾക്കൊരു ബോറാകും, എനിക്കൊരു ബോറാകുന്നത് കൊണ്ട് ഞാൻ പുല്ല് തിന്ന് വെജിറ്റബിൾ ഡൈനോസറിനെ എടുത്തു. ഈ ഒരു വെജിറ്റബിൾ ഡൈനോസറിൽ ഏറ്റവും മികച്ച ഒരു ഡൈനോസറാണ് ടാർക്കിയ. യെസ്, അതിൽ മാത്രമല്ല എൻ്റെയർ ഗെയിമിലത്തെ എല്ലാ ഡൈനോസറിനും വെച്ച് നോക്കിയാൽ രണ്ടാമതായിട്ടുള്ള സ്ഥാനം വരുന്ന ഇതിനാണ്. ഫസ്റ്റ് ടിയറക്സ്, രണ്ടാമതായിട്ട് വരുന്ന ഇത് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ അറ്റാക്ക് എന്ന് വെച്ചാൽ ഇതിന് വായയിലോട്ടല്ലേ ഇത് അറ്റാക്ക്. ഇതിന് വാലുണ്ട്, വാലിലോട്ട് വാല ഇങ്ങനെ ആക്കിയിട്ടാണ് അടിക്കുക. സെറ്റാണ്. രണ്ട് ഈ സ്കില്ലെല്ലാം ഉണ്ട്. കണ്ടോ, ചില സമയത്ത് ഹാഗായി പോവും, സീനാക്കണ്ട. പക്ഷെ ഇപ്പം ഇതിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഒന്നും നമ്മളെ കൊണ്ട് വരാൻ പറ്റില്ല. കാരണം ഇപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഇതൊന്നും ആയിട്ടില്ല. നമ്മളാകെ എത്രയാ ഫസ്റ്റ് ഗ്രോത്ത് 18% എത്തിയിട്ടുള്ളൂ. 32 മിനിറ്റ് വേണം ഇനിയും അഡൾട്ട് ആവാൻ. ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം നോക്കാം. ഇതിനെ ഇവിടുത്തെ പാക്കിലേക്ക് കഴിയും വരുന്നുണ്ട്. മാക്സിമം നോക്കാം ഇതിനെ ഫുൾ ഗ്രോത്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. അറിഞ്ഞൂടെ ഉറപ്പില്ല, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഓക്കെ. ഇപ്പോൾ നമ്മളിത് D2ലാണ്. D2 ഷിറ്റ്. ഓക്കെ, നമ്മൾ സ്പീഷ്യസിനെ മാത്രം ഫ്രണ്ടാക്കി. ഒരുത്തനെ പറഞ്ഞത് എനിക്ക് എക്സീഡ് ഓഫ് ഫ്രണ്ടാണ് ഉള്ളത്. KGG രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ എക്സീഡ് ഓഫ് ഫ്രണ്ട്സായി. ഞാൻ നോക്കട്ടെ, ഇനി എല്ലാ ശനി ഞായറും വെച്ച് കളിക്കാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയാണ്. പരീക്ഷയെല്ലാം വരാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീഡിയോ ഒന്നും ഇടില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഈ റിവർ കടക്കണം. ദാറ്റ്സ് അവർ ടാസ്ക്, ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, ഈ റിവർ നമ്മൾ മെല്ലെ കടക്കുന്നുണ്ട്. മുതലായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പടമായിട്ടുണ്ടോ? ഓക്കെ 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 പോകുന്നില്ല. സ്പീഡില്ല. വാട്ട് സ്പിന്ന് എത്രയാ? 200 ഫുൾ എത്തിയ 400 ആട്ടാ. ഓക്കെ, പിന്നെ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് കുറേ രാജ്യക്കാരിലും വന്നിട്ട് രാജ്യത്തിലെ ആൾക്കാർ വന്നിട്ട് രാജ്യത്തിലെ ആൾക്കാർ വന്നിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ 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 ഇപ്പോൾ ഒരുത്തനെ കാണില്ല. ഇപ്പോൾ ഫുഡ് നമുക്ക് ഫുഡിനൊന്നും കുറവില്ല. യെസ്, യു ഹങ്കർ. ഓക്കെ, നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോവാം? നമ്മളിപ്പോൾ പോകേണ്ടത് ഒരു ബെസ്റ്റ് സ്ഥലം എന്ന് വെച്ചാൽ i5 ആണ്. i5 നല്ലതാണ് എന്നുവെച്ചാൽ ഞാൻ കളിച്ചാൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റേ പുല്ലിൽ നിന്ന് വെജിറ്റബിൾ ഡൈനോസർ വെച്ച് കളിക്കുന്നതാണെങ്കിൽ ഏറ്റവും മികച്ച സ്ഥലം i5 C3 ആണ്. പക്ഷേ C3 പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരു കുളമുണ്ട്, വാട്ടർ ലഭ്യമാണ്, ഫുഡ് അതിന് ചുറ്റുമെല്ലാം ഉണ്ട്, ഫുൾ സെറ്റപ്പാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാട്ടറിൽ ഫിഷ് ഉണ്ട്. എന്നാൽ ഈ ഒരു മാംസം തിന്ന ഡൈനോസറിന് അതെനിക്ക് ഏറ്റവും ബെറ്റർ സ്ഥലം. കാരണം വെള്ളമുണ്ട്, ഫിഷും ഉണ്ട്. പിന്നെ ചെറിയ പോണ്ട്, അവിടെ അധികം ഒന്നും ആഴത്തിലൊന്നും മീൻ പോകില്ലാത്തതുകൊണ്ട് അവർക്ക് നല്ല സ്ഥലം അതില്ല. അങ്ങനെ ഓരോ അവിടെ വരും, നമ്മളും അവിടെ വരും. അങ്ങനെ വലിയൊരു അവിടെ തന്നെ ഒരു അടി ഉണ്ടാവും. അത് മാക്സിമം പോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചെറുതാണ്, നമുക്ക് ഇതിനകത്ത് ഒരിക്കലും വെച്ചാൽ നമുക്ക് ഫുള്ള് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒച്ച ഉണ്ടാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും സീനില്ല. പക്ഷേ ഈ സമയത്ത് നമുക്കൊന്നും ആവില്ല. ഇപ്പോൾ ഒച്ച ഉണ്ടാക്കി അടുത്ത ആൾ എന്തെല്ലാം സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഉറങ്ങട്ടെ, സ്റ്റാർട്ട്. ഇവിടെ നല്ല അടി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ 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 ഏതോ ഒരുത്തരം അടി ഉണ്ടാകുന്നു തോന്നുന്നു. നമ്മൾ സ്പീഡ് വെച്ച് നോക്കുന്നതാണെങ്കിൽ 795, അറ്റാക്ക് 160. ഓക്കെ, യാസിൻ എന്ന് പറയുന്ന ഒരുത്തനെയാണ് കിടക്കുന്നത്. നമ്മൾ യാസിൻ കിട്ടുകയാണ്. യാസിൻ നല്ല പേര്.
ഇതിനകത്താണ് യാസിൻ. യാസിൻ ഇപ്പോൾ ഇവിടെ ഒരു ചുറ്റായിട്ടുണ്ട്. പക്ഷേ യാസിൻ എക്സീഡ് ഓഫ് ഫ്രണ്ട്സ് എന്നെ പോലെ തന്നെ. അതുകൊണ്ട് നമുക്ക് അവനെ പാക്കിലേക്ക് വയ്ക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ നമ്മളടുത്ത് തന്നെ അവനുണ്ടായിട്ടുണ്ടാവുകയും. ഓക്കെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം നമ്മൾ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നേരെ H2ലേക്ക് പോകണം. H2 G2ലേക്ക് എത്തും. G2ൽ കണ്ട ആണോ? യെസ് വോയിസ് ദാറ്റ് എന്തോ ആയിട്ടില്ല അവനോട് തരാം. കടി കൊണ്ടിട്ടില്ല മോനെ. ഓക്കെ നമ്മൾ കാര്യത്തിലേക്ക് വരാം. G2ൽ കണ്ട ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് കടക്കാൻ കുറച്ച് ഈസിയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈസിയാണ്. ആ സ്ഥലം നല്ല ഈസി ആയിട്ടുള്ള സ്ഥലമാണ് കടക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ അവിടെ പോകുന്നതായിരിക്കും ബെറ്റർ ആയ സ്ഥലം ഫോർ ക്രോസിംഗ് റിവർ. ഓക്കെ ഇപ്പോൾ ഒരുത്തൻ നമ്മളെ വയ്യ ഓടിപ്പോയിട്ടില്ല. നമ്മളോനെ കൊല്ലാത്തെന്ന് വെച്ചാൽ ഓനും പുല്ല് തന്നെയാണ്. പിന്നെ ഓനെ എമ്മാര് ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ അടിക്കാൻ്റെ എല്ല് വരെ ഓട്ടു. ഓനെ അടിക്കാൻ പോയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. നമ്മളെ സ്റ്റാമിന കുറയുന്നേലും ഓൻ ഓടിപ്പോവും. അല്ലാണ്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കിപ്പോൾ സ്പീഡായിട്ടില്ല. ഓക്കെ ഈ പോർഷൻ നമുക്ക് പോകാൻ പ്ലാന്. ഞാൻ കുറേ നേരമായി കാണിക്കുന്നത്. ബോറാകുന്നുണ്ടെങ്കിൽ സോറി. ഓക്കെ പോവാം. നമ്മളവിടെ എത്തി അപ്പോഴത്തേക്കും. ഓക്കെ ഈ റിവറാണ് കിടക്കേണ്ടത്. പക്ഷേ ഈ റിവർ അത്ര ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്തോ റിവറിലുണ്ട്. ഐ ഫീൽ ക്രോക്കോഡൈൽ ഇൻ ദിസ് റിവർ. ക്രോക്കോഡൈലല്ല, സക്കസോറസ് എന്നാണ് അതിൻ്റെ പേര്. ഇതത്ര ബെറ്റർ അല്ല തോന്നുന്നു. ഓക്കെ നമുക്ക് സ്ഥലം മാറ്റാം. ഇനി നമുക്ക് നേരെ പോയിട്ട് ഇവിടെ കണ്ട നമ്മളെ I2 അപ്പുറത്ത് കിടക്കാം സിമ്പിളാണ്. അപ്പോഴത്തേക്കും നമ്മളെ ഗ്രോത്ത് ഒന്ന് കൂടും. കുറച്ച് ഇതും കിട്ടും. എന്ത് സ്പീഡും കിട്ടും വെള്ളത്തിൽ. അതായിരിക്കും ബെറ്റർ ദാൻ വി ഗോ ടു ദിസ് വൺ. കാരണം ഞാൻ അങ്ങോട്ട് പോയവർ പെട്ടെന്നുള്ള സാധനം ഇങ്ങനെ പൊന്തി കളിക്കുന്നതായിട്ട് തോന്നുന്നത് അതൊരു മുതലെയാണെന്ന്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ വീഡിയോയിൽ ആരും മറ്റേ കമൻസ് ഒന്നും ഇട്ടിട്ടില്ല. അടുത്ത് എന്ത് ഡൈനോസർ വെച്ച് കളിക്കണം അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല ആരും. ഞാൻ കുറേ പ്രാവശ്യം നോക്കിനത്. നിങ്ങൾ ഈ വീഡിയോ എന്തായിടണം, ഞാൻ കളിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം. കാരണം നിങ്ങൾ പറഞ്ഞതിനാൽ എനിക്കൊരു ഇത് കിട്ടും വെച്ചാൽ കുറേ പേര് ഒരേ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം എന്താ പറയുക, അതിന് വേണ്ടി തയ്യാറെടുക്കും. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. വെച്ചാൽ അതിൽ കുറേ ഡയമണ്ട്സ് വേണമെങ്കിൽ അത് ചെയ്യും. അങ്ങനെ പല കാര്യമില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഒന്ന് T-Rex എടുക്കാനൊന്നും പറയാൻ പാടില്ല. അത് കുറച്ച് ടഫാണ്. ഞാനിപ്പോൾ എടുക്കാൻ നോക്കുന്ന മറ്റേ പുതിയതായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു പാർക്ക് ഞാൻ കാണിച്ചു തരാം. എവിടെ അടുത്ത് ഇങ്ങനത്തെ സാധനമില്ല. ഈ സാധനത്തിൽ വെച്ച് കളിക്കാൻ അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണ്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ വെച്ച് കളിക്കലുണ്ട്. നെക്സ്റ്റിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യലുണ്ട് കുറേ പേര്. അങ്ങനെ ഞാൻ കളിക്കലുണ്ട്. ഇപ്പം ഞാൻ ഇതൊരു ഫൈറ്റ് എടുത്തിട്ടില്ല. ഫൈറ്റ് എടുക്കാത്തതാണ് നമുക്ക്. ഓക്കെ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ ഈ സ്ഥലം അത്ര സേഫ് അല്ല. ശരിക്കും ഈ സ്ഥലമൊന്നും അത്ര സേഫ് അല്ല. കാരണം ഇവിടെ കണ്ട ഒരു പോണ്ട്. ആ പോണ്ടിൽ നിറച്ച് മീനാണ്. ഡിഫിക്കൽട്ട് ടു ദർ ആർ മെനി എന്തുണ്ടാവും, ഡൈനോസേഴ്സ് ഉണ്ടാവും. പുല്ലിൽ നിന്നല്ല മീറ്റിൽ നിന്ന്. അവിടെ അവർക്ക് നെസ്റ്റ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഓക്കെ ഞാൻ നോക്കട്ടെ. ഞാൻ അടുത്ത വീഡിയോ ചിലപ്പോൾ ഞാൻ ഡൈനോസേഴ്സ് ആയിട്ട് ഇടുക. ഫസ്റ്റ് തന്നെ ഈ ഗെയിം കയറുമ്പോൾ കിട്ടുന്ന ആ നീല സാധനം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വെച്ച് കളിക്കും. കമൻറ്റ് ചെയ്തോ, ഞാൻ മാക്സിമം അതിനെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. ഈ റിവർ എനിക്ക് കടന്നു കിട്ടിയാൽ മതി. അത് കടന്നു കിട്ടി നേരെ ഇത് കണ്ട I5 ചെറിയൊരു നീല കളർ സാധനം
അവിടെ പോയാൽ മതി. അവിടെ സ്വർഗം. അവിടെ എനിമീസ് ഉണ്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ സെക്കൻഡ് ഗ്രോത്തിൽ എത്തിയിട്ടുണ്ട്. 22 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. നോക്കാം. 22 മിനിറ്റ് ഫുൾ ഗ്രോത്ത് എത്തിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് സെക്കൻഡ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡൈനോസർ എന്ന്. തീരെ ഷോട്ട് പിടിച്ചിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. പക്ഷേ സെക്കൻഡ് പവർഫുൾ ഡൈനോസറിനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ കുറച്ച് പണിയാണ്. അങ്ങനെ ആൾ വാങ്ങിക്കൂല. അന്നേരം ബാക്കിയുള്ള ഡൈനോസേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവും. അന്നേരം ടീമെ പരിഗണിക്കും. പക്ഷെ ഇപ്പോൾ ഒരുത്തൻ്റെ അറ്റാക്ക് 150 ചോദിച്ചോ. ഈൻ്റെ അറ്റാക്ക് എനിക്കറിയാം. ഈൻ്റെ അറ്റാക്ക് എത്രയായിരുന്നു? 325. ഇപ്പോൾ ഒരുത്തൻ്റെ അറ്റാക്ക് 150 ചോദിച്ചോ. എന്നാൽ 2 ആൾ കയറുന്നു കഴിഞ്ഞാൽ 300 അങ്ങനെ 300 എത്തുമല്ലോ. അന്നേരം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 2 ആൾ കയറിയിട്ട് അടിച്ചാൽ നമുക്ക് കൊള്ളും. അങ്ങനെയാണ് സംഭവിക്കുക. അതാണ് പ്രശ്നമില്ലാത്തത്. ഇത് വെച്ചെങ്കിൽ ഇതൊരു ടീമായി വെച്ചാൽ എഗ്ഗെല്ലാക്കി ഇതൊരു വലിയ ടീം പായാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, ഫുൾ സെറ്റപ്പ് ടീമായിരിക്കും. ഞാൻ ഇതിനകത്ത് ഫുൾ ഗ്രോത്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് എഗ് ഇടാനും കാണിച്ചു തരാം. മറ്റേ എഗ്ഗിങ് നെസ്റ്റിങ് ഉള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗെയിമിൽ നെക്സ്റ്റ് എല്ലാം ആക്കണമെങ്കിൽ എത്രാമത്തെ ലെവലെത്തണം? 5ാമത്തെ ലെവലിലെത്തണം. ഈ ലെവൽ കൂടുന്ന എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൊല്ലുന്നതിന് കണക്ക് അതിൻ്റെ ലെവൽ കൂടുന്നതെന്നാ. അത് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. കൊല്ലുന്നതിന് കണക്ക് അതിൻ്റെ ഹാങ്ങിങ് ആണല്ലോ ഫുള്ള്. അറിയുന്ന ആൾക്കാരൊന്ന് എന്നോട് കമൻറ്റ് ചെയ്ത് തരണേ. എങ്ങനെയാണ് എൻ്റെ ലെവലപ്പം എങ്ങനെയാണ് കൂടുന്നതിന് പെട്ടെന്ന് ലെവൽ കൂട്ടണം. ഞാനിപ്പോൾ ഉള്ളത് 10ാമത്തെ ലെവലല്ല, എന്നാലും കയറും കൂടെ പെട്ടെന്ന് വേണം ലെവലപ്പായി പോകുന്നത്. പക്ഷേ ഒന്നും കാര്യം നിനക്കറിഞ്ഞൂടാ. ഇത് തോന്നുന്ന കൊല്ലുന്നതാണോ എന്നാ കുറച്ച് നേരം. അതാടാ ഉറങ്ങിയിട്ടുണ്ട്. സ്റ്റാമിന കൂട്ടട്ടെ, സ്റ്റാമിന കുറവാ. ഇവിടെ തന്നെ ഇത് ഈ 5 കണ്ട അവിടെ തന്നെ എത്തിയായി. വേറെ എവിടെയില്ല. നമ്മളെപ്പോലെയുള്ള ആരെങ്കിലും ഇവനുണ്ട്. ഇവൻ എന്നെക്കാൾ താഴെ. എന്നാലും എവിടെയാ ജോൺ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൂടി ഉണ്ടാവല്ലോ നേരത്തെ. ഇവനൊന്നും ആഡ് ചെയ്യാൻ ഇഷ്ടമല്ലോ. അറിയാണ്ട് ആഡ് ചെയ്തു. പെട്ടെന്ന് നടപ്പോൾ അറിയാണ്ട് ചോദിച്ചു. ഞാനൊന്നും ഇഷ്ടമല്ല ഓരോന്നും ആഡ് ചെയ്യാൻ. എന്നുവെച്ചാൽ ഓരോന്നും കളിക്കൂല. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ഫുൾ ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ ഓരോ എൻ്റെ ബാക്കിൽ വന്ന് നോക്കും. എനിക്ക് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു നോക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് എൻ്റെ മോനെ തിന്നും. ഹാങ്ങാണ്, ചെറുങ്ങനെയുണ്ട്, ക്ഷമിക്കണം. ഇതെൻ്റെ മിസ്റ്റേക്കല്ല, എനിക്ക് ഡിവൈസിൻ്റെ മിസ്റ്റേക്ക് അത്. സോറി, ഇനി എന്തെങ്കിലും അത് ക്ഷമിക്കണം. ഓക്കെ. തന്നെ ഓക്കെ വൈഫൈ ഓൺ ആയിട്ടുണ്ട്. നോക്കട്ടെ ഇനി പറ്റുമെന്ന്. ഇങ്ങനത്തെ സ്ഥലത്തെത്തി ഗൈസ്. ഇതാണ് സ്ഥലം ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ തന്നെ ഇവിടെയാണ് ഞാൻ സാധാരണ നെസ്റ്റ് ഉണ്ടാക്കി. ഇത് വേണ്ട, ഈ വാല് വേണ്ട. ഇങ്ങനെ അടിക്കുന്നുണ്ടോ വിചാരിക്കും. തിന്നുമ്പോൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ തിന്നുമ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇത്. ഇപ്പം നമ്മൾ 19 എത്തിയിട്ടുണ്ട്. നമുക്ക് നെസ്റ്റെല്ലാം ഉണ്ടാക്കാം. തിന്നുന്ന ആനിമേഷൻ സെറ്റ്. അടുത്ത വെള്ളം കുറച്ച് വെള്ളം കുടിക്കണം. അങ്ങനെ വെള്ളം കുടിക്കുന്ന വാല് കുടിക്കുക. ഒറ്റയടിക്കുന്ന കണ്ട എമ്മൊരു ആർമർ സെറ്റപ്പാ. ഇനിയൊന്നും ചെയ്യാതെ എനിക്ക് അറിയാത്ത. ഓക്കെ, ഞാൻ സാധാരണ ഇതെല്ലാം ഇത് കളിക്കുമ്പോഴല്ല, ഞാൻ ചില സമയത്ത് ഏതോ ഒരു മിക്സ് പാക്ക് ചെയ്യുന്നു. മിക്സ് പാക്ക് എന്നൊരു സാധനം ഇഷ്ടമല്ല. കാരണം ഇപ്പോൾ മിക്സ് പാക്ക് എന്നെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മിക്സ് പാക്ക് എങ്ങനെയാണെന്നാ മുതല കരയിൽ ജീവിക്കുന്നതിൽ കുറച്ച് പവർഫുള്ളായ സാധനം, വെള്ളത്തിൽ ഉപയോഗിക്കുന്ന മുതല, ആകാശത്തിൽ പറക്കുന്നത് അതും 3 കൂടി മിക്സ് പാക്ക് ചെയ്ത് പിന്നെ ചെയ്യാൻ പറ്റും. പെട്ട അവസ്ഥയല്ല. ഇത് 3 ടീമപ്പായാൽ ഇവിടെ എല്ലാത്തിനും അടിച്ചിടും. താഴെ വന്നാലും മേലെ പോയാലും കടലിൽ പോയാലും എല്ലാം കളിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. റെക്സി ബ്രോ ഡോക്സ്
ഓക്കെ അതിന് അട്ടത്ത് വയ്ക്കാൻ പോകുക. പക്ഷെ ഒരു കടന്നുറങ്ങാൻ നമ്മൾ സ്ലീപ്പിങ് 80 ചില്ലറിയായിട്ടുള്ളൂ. പക്ഷെ കടന്ന് റെസ്റ്റിലെടുക്കണം. ടാർക്കിയാസ് സാധാരണ ഗെയിം കളിക്കുമ്പോൾ കാണലുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഓരോ സ്ഥലങ്ങളിലാണ് ഞാൻ സാധാരണ കാണല്. കാരണം ഞാൻ അട്ടത്ത് കൊണ്ടുപോയിട്ട് കടന്നു അങ്ങനെ ആരും കാണില്ല, കേൾക്കില്ല എന്നല്ല, പക്ഷെ പറക്കുന്ന വേണ്ട ഓമ്പ്. ഓക്കെ, ഓമ്പെന്ന് യൂസ് ചെയ്യുന്ന ചിലർക്കൊന്നും മനസ്സിലാവില്ല. ഓമ്പെന്ന് ഉദ്ദേശിക്കുന്ന സംഭവം എന്താ പറയാ, ചമ്മിപ്പോ അങ്ങനെ പറയാം. അങ്ങനെ അതിനിപ്പോൾ പ്രത്യേകം ഒന്നുമേ ഇല്ല. ഓക്കെ, ഇതാണ് അങ്ങനെയുള്ള ഫ്രണ്ട് ആക്കണം, കിട്ടണം. പിന്നെ വൈബ ഇതേതാ, നമ്മളെ ടീം അതാ, അതന്നെ. ഒരു 5 ജെ 3 ജെ SJ. ഓക്കെ, കിട്ടോ കല. വേറെ ആരെയും വെയിറ്റ്, വേർ ആർ യു കൊടുത്തു. 5 ജെ ഒന്നു AJS നമ്മൾ ഇട്ടിട്ടുണ്ട്. വേറെ ആരെയും ഇട്ടിട്ടുണ്ട്. വേറെ ആരെയും മറ്റേ ഗ്രാനിയെ പോലെയാവാം. JE ഞാനിട്ട് നമുക്ക് ഇതിനകത്തായിട്ട് എടുക്കണം. ഓക്കെ, വേർ ആർ യു 5 JAJS ശരിയല്ല, ശരി. ഓ അതാ ഞാൻ എപ്പോൾ ഇട്ടാലും ഇട്ടേ തൊട്ട് താഴെ തരും. അതാ അടുത്തേക്ക് ഇങ്ങനെയാണ് சொன்னது. ഓക്കെ, ഞാൻ ഇതൊരു ഫൈറ്റൊന്നും എടുത്തില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇതിലിപ്പോൾ എത്ര ഡൈനോസർ? 40 ഡൈനോസർ ഒക്കെ ഉള്ളൂ. പാർട്ടി കാര്യമില്ല. 40 ഡൈനോസർ വെച്ച് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 15 മിനിറ്റും കൂടി അടുത്താവാനുള്ളൂ. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുള്ളാക്കാൻ പറ്റും. തുള്ളിലുണ്ട്. ഞാൻ ആകാശത്തിലൂടെ നടക്കുന്നതായിട്ട് നിങ്ങളിപ്പോൾ ഇതാരാ? ഏതൊരുത്തനാടുണ്ട്, വലിയ ഏതൊരുത്തനാ. അറിഞ്ഞു നമുക്കൊരു ഫൈറ്റ് എടുക്കാൻ പറ്റുമെന്ന്. ആരാടത്? ഇവേ നമ്മളെ ഫ്രണ്ടാപ്പാന്നല്ല, ഫ്രണ്ടാക്കാം. പുള്ളി ഇല്ല. ഒരു ഹലോ എന്നിട്ട് കൊടുക്കാം. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? തോന്നുന്നില്ല. ഇവനല്ലാത്തൊരു ഇവനേതാ? ഇവനേതാ? പിക്കാസ് എക്സല. another folk. Please join in my vlog. Okay, now please join in my vlog. Pika ഇഷ്ടം മോനെ. ഏതാ? പീക്ക എല്ലാം ഷെണ്ണുകളാണ്. ഷെണ്ണുകൾ പലതരം. അതിലൊന്നായി ഇവരോട് ഞാൻ ജോയിൻ ചെയ്യാൻ പറയും. ഞാൻ പേര് തന്നത് ഇവനും ഞാനിപ്പോൾ അടി ചെയ്താ ഓണക്ക വായോക്കി തന്നെ ഏതോ അങ്ങനെ ആനിമേഷൻ സംഗതി നല്ല സ്പീഡിൽ കിട്ടാ. എൻ്റെ അടിയാണോ അവനെ കൊണ്ട് ഓടിക്കുന്നു. അവനെ നാട് കടക്കാൻ പോകുന്നു. ഗൈസ് ഇനി നമുക്ക് റെസ്റ്റ് എടുത്തെടുക്ക തന്നെ പോവാം. ഇവിടെ സേഫ് അല്ല. കളിക്കുമ്പോൾ
ഇവിടെ കുറേ എണ്ണം ഉണ്ടാവും. എന്നിട്ട് ഹലോ എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് പോയി അപ്പം അടിച്ചാൽ പോലും സൈക്കോ. അതുകൊണ്ടാണ് ഫ്രണ്ടല്ല, ഫ്രണ്ടായാലും വെറുതെ വന്നിരിക്കും. ഇതണ്ട എയർ വാക്ക്, മൂൺ വാക്ക് തല കേട്ടില്ല, അതേപോലെ എയർ വാക്ക് ശരിക്കും ഉണ്ടല്ല. ശരിക്കും ഇതാണ് നമ്മുടെ ഡൈനോസറിൻ്റെ എയർ വാക്ക്. വേറെ സാധനത്തിനെ ഉണ്ടാവും ഇങ്ങനത്തെയുള്ള എയർ വാക്ക്. നമ്മൾ വേറെ ഓക്കെ, വെളിയിലൂടെ തന്നെ ആ റൂട്ട് എടുത്ത് ഈ റൂട്ടിലൂടെ പോയിട്ട് ഇവിടുന്ന് നേരത്തെ ബോബി ഇവിടെ പിടിക്കും, എന്നിട്ട് ഇവിടെ കയറും. അത് തന്നെ വന്ന റൂട്ട് മറന്നില്ല ഗൈസ്. വീണ്ടും നമ്മൾ കടന്നു ഉറങ്ങണോട്ട്. എണീറ്റ് നിന്ന് വീണ്ടും കടന്ന് ഉറങ്ങി. അമ്മാരി പവറാ പണിയാ പെയിന് സാധനം. ചാർജ് സ്ട്രൈക്ക്, സ്ട്രോങ് ആർമർ, ആക്റ്റീവ് അബിലിറ്റി, സർജ് ഓഫ് പവർ, എബിലിറ്റി. ഇതെല്ലാം നിൽക്കുക ഇതിൻ്റെ എബിലിറ്റി ടാസ്ക് ചെയ്യാൻ്റെ. ഇവരെല്ലാം എവിടെയാണല്ലേ നാക്ക്. ഇനിയും ചോദിച്ചില്ല പന്നി ഷോണിനെ ഇതോട്ടു. ഇതിലോട്ടെല്ലാം കുറേ എണ്ണം പോണ്ട, ഒത്തിരി കാണുന്നില്ല. അതെല്ലാം കാണണ്ടതാണല്ലോ. നമ്മളതിപ്പോൾ ഒറ്റ സെക്കൻഡേ, നമ്മളെ പോലെയല്ലേ ഏതെങ്കിലും ഒരുത്തനെ കാണും. ഒരുത്തടവേ നമ്മളെ പോലെ ഒരുത്തര് വെച്ചാൽ നമ്മളത് കിങ് ഈ ക്ലാനിൻ്റെ. അതാണ് ടോട്ടലല്ല, ടോട്ടലാണോ നോക്കട്ടെ. ഓ ടോട്ടലില്ല, ഒരുത്തൻ തന്നെ ഉണ്ട്. ഇവനെ പൊട്ടിക്കാൻ ഇവനെ പൊട്ടിക്കാൻ പറ്റില്ല. ഇവനെയും പൊട്ടിക്കാൻ പറ്റില്ല. ഇയാളുടെ സിമ്പിളാ. ഓയ് ഇഷ്ടമാണ് നിൻ്റെ ഇടയിൽ ഒന്നൊരു സ്പോൺ ചെയ്യുന്ന ആൾക്കാര്. നമ്മൾ അവൻ്റെ വയ്യ പോകില്ല, അവൻ നമ്മളെ വയ്യ വന്ന വഴി. നമ്മളെ ഇപ്പം കിങ്ങ വേറെ ആരുമല്ല. ഓക്കെ, നമ്മൾ ഉറക്കത്തിൻ്റെ എല്ലാം കുറഞ്ഞു. സോറി, ഉറക്കമെല്ലാം കഴിഞ്ഞു. തിരിച്ചു കൊണ്ടിടുന്നു. ഓക്കെ സ്ലോ മോഷൻ അല്ല എത്തുന്നു. സ്ലോ മോഷൻ ഓട്ടണം. ഇപ്പം 3 വാക്കിടും. അത് തന്നെ അത്രക്ക് തടിയായ സാധനമായതുകൊണ്ടില്ല. ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ബ്ലഡെല്ലാം സാധനം സെറ്റ്. ഇവിടത്തെ എല്ലാം ഒട്ടിയാന്ന് തോന്നി. നമുക്ക് ബ്ലഡ് ഇങ്ങനെ പോകുന്നതാണല്ലോ. ബ്ലഡ് പോകുന്നതാണല്ലോ. നല്ല സുഖം നല്ലോണം പോകുന്നുണ്ടല്ലേ. മെല്ലന 4 എല്ല് പൊട്ടിയിട്ടുണ്ട് നമ്മളെ. എന്താ അല്ലത് ഉള്ളിൽ ചങ്ങായിക്കല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അടിച്ചു കുത്തി വീണു. ഹെൽത്ത് ഫുള്ളായി. ഇനി 2 എല്ല് ഒഴിച്ച് ശരിയാവാനുണ്ട്. ഒരുത്തനില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഭാഗ്യം. ഞാൻ കണ്ണെടുത്താൽ കണ്ടുവിടാറും. നമ്മൾ ചെറുതായിക്കാൻ എല്ലാം നമ്മൾ അടിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് വലുതായ ഓർക്ക് പണിയാവും. എന്ന് വെച്ചാൽ അപ്പോൾ കയറി വന്നടിക്കും. കണ്ട നേരെ വെക്കൂല. കണ്ട ഭയങ്കര അപ്പം വെള്ളം. അത് സംഭവം ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ ബാക്കില്ലേ, സോറി എയർ ബാക്കി ആകുമ്പോൾ ചെയ്യുന്ന കാണിച്ചതില്ലേ, ഇത് കാണിച്ചതാ. നേരൊന്നാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എയർ വാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ വാക്കിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിപ്പോയത്. എയർ വാക്ക് കാണിച്ചതാ. കേൾക്കണ്ട, ഈ എയർ വാക്ക് കുറച്ചും കൂടി ബിൽഡായിട്ട് യൂസ് ചെയ്തത്. എങ്ങനെ ഞങ്ങൾ പ്രോ ആണ് നോക്കിയതാ, പക്ഷെ ഊന്നിപ്പോയത്. ഇനി വേറെ അതാണ് ഊന്ന് പറയേ. വാട്ട് ആർ യു ഡൂയിങ് ഇൻ ഹിയർ? ദിസ് ഈസ് മൈ പ്ലേസ്. എന്തോടെ വാട്ട്? ചങ്ങയുടെ ക്ലാനിനെ വളർത്താൻ തുടങ്ങി ഗൈസ്. ചങ്ങയുടെ ക്ലാൻ ഭയങ്കര 2 എണ്ണം ഉണ്ടാവില്ല. പുറത്ത് കെൽപ്പ്. ഇവിടെ കെൽപ്പ് ഇൻ അനദർ ഫ്ലോക്കാ. ടാർഗറ്റ് ടെൽ മീ യൂസർ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം പറഞ്ഞു. ഓക്കെ D191414.
ഇതാണ് എൻ്റെ ഫുട്ബോൾ ID എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ID. ഇതാണ് എൻ്റെ ID. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് മൈ ID. ഞാൻ ഇങ്ങനെ വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നെയിം, അതെൻ്റെ നെയിമാണ്. പിന്നെ എൻ്റെ അനിയൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ വെച്ചാൽ ഞാൻ ഇതുണ്ടാക്കി. എല്ലാ ഡൗട്ടും ഉണ്ടാവും. ടാർക്കിയ യൂസർ അതല്ല ഞാനിപ്പോൾ പറഞ്ഞേ. ഞാൻ എടുത്തേക്കാം. ഓക്കെ, പിക്സൽ വേണ്ട. ഇവിടെ എനിക്ക് കുറേ ടഫ് വേണ്ടായിട്ടുണ്ട്. എല്ലാവരും ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ നമുക്ക് ജോയിൻ മൈ ഫ്ലോക്ക് സോറി ജോയിൻ ഇൻ മൈ ഫ്ലോക്ക് എന്ന് കിട്ടിയിട്ടുണ്ട്. ബായിക്കോ ഇല്ലയോ എന്ന് നടക്കാവുന്നതാ. എത്ര കുട്ടികളായി അവിടെ? ഇവിടുത്തെ മുട്ട എൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടില്ല. ചങ്ങയിൽ ഭയങ്കരനാണല്ലോ. ഞാൻ വലുതായവനായിരുന്നു. ഞാനൊന്നുമില്ല ഫുഡ്. നമുക്ക് അവിടെ പോയി അടയിരിക്കാലോ. ഫുഡ് ഇതാണോ അവൻ്റെ മുട്ട? 2 മുട്ടയായിട്ട് ഉള്ളൂ. ഗെയിം പോകണം. അങ്ങനെ എന്തോ അവിടെ എന്ത് തോന്നല്ലോ. ഞാൻ പാച്ചിൽ വേണ്ട തോന്നി. എടുത്തു 100-110. കുട്ടിയായിട്ട് കൊടുത്തു. ഇതേതാ? ചങ്ങ ഇവിടെ നിന്ന് ഫുഡ് തിന്നാൻ പോണേ. അമ്മ ഒരു ഭയങ്കര എന്തല്ലേ ഇത്രയൊക്കെ അടുത്ത് ഫുഡ് ഉണ്ടായിട്ട് ഇത്ര കിലോമീറ്റർ അപ്പുറത്ത് മതിച്ചു. മൊണ്ണ തന്നെ മൊണ്ണ ഇങ്ങനെയുണ്ടാ? നമ്മുടെ ഫ്ലോക്കിൽ ഏതെങ്കിലും മൊണ്ണകൾ കുത്തിനുണ്ടോ? കുത്തിനുള്ളില്ല. നെക്സ്റ്റ് പ്ലീസ് ഭോപ്പാലയാ. നമുക്കൊരു ഇതിട്ടുകൊടുക്കാം. Who wants a baby like a star? Yeah. This is the one who നടക്കുന്നു. Who a baby like that? Yeah. ആർക്കല്ല വേണ്ട? പെട്ടെന്ന് പറ. ഇതാ കുത്തു അടി. ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. Who want like a Kia? പ്രൊഫഷണലാ? ടാർക്കിയാണെനിക്ക് പ്രൊഫഷണൽ. ടാർക്കിയായിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഫുള്ളാ. ഓക്കെ ഗൈസ്, നമ്മളിനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഫുൾ ഗ്രോത്തിനെത്തും. ഗ്രോത്ത് എത്തിയാൽ പിന്നെ നമ്മളെ വിലസായിരിക്കും. ഞാൻ പിന്നെ ഒരു കാര്യം ഇതാണ് ഈ സ്ട്രോങ് ആർമർ കണ്ട. ഈ സ്ട്രോങ് ഇത് നമ്മൾ ഫുൾ ഗ്രോത്ത് എത്തിയാൽ വരും. ഇതിപ്പോൾ ഉണ്ട്, ഇതിപ്പോൾ ഉണ്ട്. ഫുൾ ഗ്രോത്ത് എത്തിയാൽ നമുക്ക് വരും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഞാനിപ്പോൾ നെക്സ്റ്റ് ഉണ്ടാക്കണോ ചോദിച്ചാൽ പറ്റുമെങ്കിൽ ഞാൻ ഉണ്ടാക്കും. പക്ഷേ മോഹൻദാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് അൺകംഫർട്ട് ഫീലായി. എന്നാ കുട്ടിയുണ്ടല്ലോ. എന്നാ ഐ വിൽ ഗിവ് യു എ നെക്സ്റ്റ് ടാർക്കിയ. ഐ വിൽ ഗിവ് യു ഹൗ എന്നിട്ട് കൊടുക്കാം. ഹൗ എന്നിട്ടുണ്ട്.
നമ്മൾ ഒരിക്കലും പിന്മാറില്ല ഗൈസ്. നമ്മൾ ഇവനൊന്ന് വട്ടം ചെയ്യും. I am a YouTuber. നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ ഒരുത്തനിങ്ങനെ വിളിച്ച് നമ്മളെ സ്ഥലത്ത് അതിക്രമിച്ച് വന്നിട്ട് അതൊക്കെ അടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അടിക്കാൻ തോന്നില്ല. നമ്മളിപ്പോൾ അടിക്കാൻ നോക്കിയാൽ നമ്മൾ അടി കൊണ്ട് വരും. നമുക്കൊന്നും കൂടി മുൻവാക്കിലൂടെ ചാവുന്ന സ്ഥലത്തേക്ക് പോവാം. ഓ കംഫേർട്ട് നോക്ക് ചോന്ന നാട്ടിൽ മറ്റേ ബൾബിട്ട് കത്തുന്ന പോലെ കത്തുന്നുണ്ട്. അധികം നേരം ഇവിടെ വന്നാൽ നമ്മൾ കംഫേർട്ട് ഇല്ലാതെയാണ് ഉറങ്ങാൻ പറ്റാത്ത കടായിപ്പോ മോണ്ണ വേറെ ഏതോ ബ്ലോക്ക് പോയിട്ട് നിൽക്കുകയും ചെയ്യും. ഷണ്ണത്തരം ഓക്കെ. നമുക്ക് എവിടെ നിന്നാ ഉറക്കത്തിൻ്റെ സിഗ്നൽ വരിക നോക്കുന്ന അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ രണ്ടാമത് സ്റ്റാമിന തീർന്നു ഇവിടെ തന്നെ പറഞ്ഞു. നമ്മളിപ്പോൾ കാര്യങ്ങൾ വെച്ച് നോക്കുക 5 മിനിറ്റ് 85% ഗ്രോത്തിൻ്റെ സ്പീഡ് പറഞ്ഞു. അത് അവൻ പോയി ദി കിങ് ഓഫ് ദി ഗ്രോത്ത് പോയി. ഇവനുണ്ട് ആഡ് ചെയ്യാം. അവൻ ജോയിൻ ചെയ്തിരിക്കുമല്ലോ. ബിക്കോസ് ആരാണ് അവനെ ആഡ് ചെയ്യുന്നത്? കുറച്ചൊന്ന് പൊക്കിയതാണ്. പോയി അങ്ങനെ കുട്ടിയോ ചെറ്റത്തര. ക്യാൻ സമ്മൺ നെസ്റ്റ് മീ? ഓക്കെ ഐ ആം ഇൻ 85% എടുത്തോടാ. പെർസെൻറ്റേജ് എല്ലാം എടുത്തോടാ. എടുത്തോടാ പെർസെൻറ്റേജ്. ഓക്കെ ഐ ആം ഇൻ 80%, 85% നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ 86. എന്ത് ചെയ്യണം? അവൻ പോയതോടെ നമ്മളെ കാര്യങ്ങൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. someone next to me മോനായിട്ട് ഞാൻ വിളിക്കൂല. ഫിലോഫിസിസ്. ഓക്കെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്. നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനെ കണ്ടിട്ട് വരാം. ഓക്കെ നെക്സ്റ്റ് മീ നമ്മൾ ഓക്കെ ഇട്ടിട്ടുണ്ട്. ഫിലോഫിസ് അവസരം വിളിക്കുന്നുണ്ട്. അതിന് ഈ ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്ന് എന്നാ ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. വീഡിയോ ഓഫ് ആക്കിയിട്ട് അത് നമ്മുടെ ഫ്രണ്ട് അപ്പോൾ അവിടെ കാര്യമുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മളവിടെ എത്താനായിട്ടുണ്ട്. യെസ് നമ്മൾ അടുത്ത ഫ്രണ്ട് എടുത്തടവേ. ഐ ഫീൽ ഈസി. എവിടെയാടാ പോതെ? അവനാണത് കിട്ടുക കൊല്ലുണ്ട്. എവിടാ ആരും കടിച്ചില്ല. അവിടെ ഒറ്റ ബെഡ് ഇടിക്കോട്ട്. വൺ ഈസ് കമ്മിങ് ടു ഹിയർ. ഞാൻ ഭാര്യ ഫ്രണ്ടാക്കി. നമ്മളിപ്പോൾ റിഡാവും. നമ്മളിപ്പോൾ പവർഫുൾ. അതുകൊണ്ട് നമ്മളൊരിക്കലും അങ്ങനത്തെ ആരുടേത് കാടിളക്കി വരണം. ഇവനെ പറയാനായിപ്പോയി. അപ്പത്തേക്ക് ഞാൻ ഒന്നും കൂടി നെക്സ്റ്റ് ഓക്കെ അവൻ ഒന്നും കൂടെ നെക്സ്റ്റ് ഇടാൻ തോന്നുന്നു. നോക്കുന്നാന്ന് തോന്നുന്ന ഓക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ കൊല്ലേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മളവനെ തോണ്ടിയിട്ട് കാര്യമൊന്നുമില്ല. there is nothing to kill him or അങ്ങനെ നമ്മളെന്തിനാ വെറുതെ ഒരുത്തനെ പോയി തോണ്ടുന്നു? അത് അടുത്ത വെച്ച അതേതാടാ ഞാൻ കാണട്ടെ. ഇവനെയല്ല ആ മോന്നന് അവിടുത്തെ മോന്നന് അവിടുത്തെ മോന്നന് KV. I feel he is my friend.
ഹിന്ദു 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 ഇവിടെ എൻ്റെ പുലി 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 നമുക്ക് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കണം. ഗെറ്റ് അവേ ഇട്ട് കൊടുക്കാം. എൻ്റെ പുല്ല് കണ്ടിട്ട് കഴിഞ്ഞാൽ പുല്ല് ഒച്ചയിലുണ്ടാക്കി പോയില്ല. ഒച്ചയിലുണ്ടാക്കിയിട്ടുണ്ട്. ആന്ന് അടിച്ചിട്ടോ പനീന. അടിക്കുന്നോ വെറുതെ കിട്ടണം. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കിട്ടി ചാവണ്ട. അടി പോടാ. I will kill you. I will kill you. Okay, okay. Okay, honestly, no. Okay. അങ്ങനെയല്ല ഇങ്ങനെയല്ല ഉള്ളത്. പക്ഷെ ഒരു മൊണ്ണ അതാ അതിൻ്റെ ഇടയിൽ ആവി ഓടിയോളാ ഓടിയാ മോന്നിട്ട് നിൻ്റെ ഇടാ എന്ത് നമുക്ക് വേണേ പൊട്ടിക്കാം. മോനെ സ്ലീപ്പ് ചെയ്യടാ. സ്ലീപ്പും ചെയ്യാത്ത മോനെ. നമ്മളിപ്പോൾ അങ്ങനെ ഫുൾ ഗ്രോത്ത് എത്താൻ വെറും 1% മാത്രം. ഫുൾ ഗ്രോത്ത് എത്തി നമ്മൾ ഫുള്ളാവും. ഓക്കെ 1 2 3 4 10 വി ആർ ഇൻ ഫുൾ ഗ്രോത്ത് ഗൈസ്. നമ്മളെ കൊണ്ട് നെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ബാക്കിലാവില്ല ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. Okay, we have to go there. Shamona. Hello, no sugar. This one is നമ്മൾ എല്ലാവരും നമ്മളവനെ കൊന്നു കഴിഞ്ഞു ഗൈസ്. അവൻ വിചാരിച്ചു നമ്മളെ ഫ്രണ്ട് എന്നിട്ട് ഫ്രണ്ടിനെ മുട്ട ഇട്ടിട്ട് ചങ്ങായി. Where is he? Where is he going? Okay, no, I want to my okay. ചോറ്റനും കൂടി നമുക്കൊന്നും കൂടി ഒരുത്തനെയും കൂടി ഇട്ടാറ് ഗൈസ്. നമ്മൾ അത് അവിടെയാണ് നമ്മൾ എരുമയിലിപ്പോൾ കടിച്ചിട്ടോടുന്നതിന് മികച്ച എടാ നമുക്ക് അടിക്കണോന്നാ ചെറുതിനോ പാവം ചെക്കനി പഠിച്ചിട്ടോടും. വീണ്ടും ഓനെ തന്നെയാ ഓൻ തന്നെയാ ഓൻ തന്നെ. കിൽ മീ ഐ കാൺ സ്ലീപ്. ഓക്കെ ഓനും ചത്തില്ലേ. ഇപ്പം എൻ്റെ പേര് വരും ഒന്നോ ദൈവനാണ് എൻ്റെ സുഖല്ലേ. ഞാൻ ഇരിക്കട്ടെ. അതിന് നേരെ തൊട്ട് കളിച്ചാൽ എന്നെ കൊല്ലും. ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഗ്രോത്ത് ഫുൾ എത്തിയിട്ടുണ്ട്. ഓക്കെ എഗ് ഇടാനുള്ള സമയമായി. നമ്മുടെ സ്ഥലം ഓക്കെ
പോകാൻ പറ്റുന്നതാണ്. ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ. നമ്മൾ ഡെത്ത് ആവുകയാണ്. ബൈ. നമ്മൾ ഡെത്തിരിക്കുന്നു. ബൈ ഗൈസ്. അടുത്ത വീഡിയോ നിങ്ങൾ എന്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.